ചന്ദ്രവയൽ ശ്രീ ചന്ദ്രനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണപ്രശ്ന ചിന്ത നടക്കുകയാണ്. ദിസ് ന്യൂസ് ഈസ് ബ്രോട്ട് യു ബൈ സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ. ചന്ദ്രവയൽ ശ്രീ ചന്ദ്രനെല്ലൂർ ഭഗവതി ക്ഷേത്രത്തിൽ സ്വർണ്ണപ്രശ്ന ചിന്ത നടക്കുകയാണ്. കാളകാട്ടിലത്തിന്റെ ആരുടെ സ്ഥാനമായി അറിയപ്പെടുന്ന ക്ഷേത്രത്തിൽ ആലപ്പടമ്പ് ശ്രീഹരി ജ്യോത്സ്യർ, പെരിങ്ങോമിറ ശ്രീ ജിതേഷ് ജ്യോത്സ്യർ എന്നിവരുടെ കാർമ്മികത്വത്തിലാണ് സ്വർണ്ണപ്രശ്ന ചിന്ത നടക്കുന്നത്. ഡിസംബർ 18 വ്യാഴാഴ്ച രാവിലെ മുതലാണ് ക്ഷേത്രത്തിൽ സ്വർണ്ണപ്രശ്ന ചിന്ത ആരംഭിച്ചത്. ചന്ദ്രനെല്ലൂർ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ വെച്ച് നടക്കുന്ന പ്രശ്നചിന്തയിൽ കമ്മിറ്റിക്കാരും നാട്ടുകാരും ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്നുണ്ട്. കാര്യങ്ങൾ ചിന്തിക്കേണ്ടത് അഞ്ചാമത്തെ ഭാവം കൊണ്ടാണ്. ആ അഞ്ചാമത്തെ രാശിയിൽ ചൊവ്വ വന്നാൽ ധാത്വ അഗ്നി പ്രഹരണേ സാഹസേ കുജാംശേ. കുജന്റെ അംശത്തിൽ ഫലം പറയുന്നത് ആട അഗ്നിഭയം മുതലായ കാര്യങ്ങളെ കൊണ്ട്, അതായത് ചില എന്തെങ്കിലും തരത്തിലുള്ള സ്ഫോടനമോ കാര്യങ്ങളോ നടന്നത് കൊണ്ടാണ് ഈ ഭഗവാന്റെ വിഗ്രഹം ഇവിടുന്ന് നഷ്ടപ്പെട്ടു പോയതെന്ന് ഉറപ്പിക്കാൻ പറ്റുന്ന ഒരു രാശിയോഗം. അപ്പോ ആ ചന്ദ്രൻ അപ്പോ ആ വടക്കാശ്രയമായിട്ട് പ്രതിമ അഷ്ടമേനയ ഇവിടുത്തെ വിഗ്രഹം തന്നെ, അതായത് ബിംബം തന്നെ അവിടെ കൊണ്ടുവന്ന് വെക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. ഒരു കാലഘട്ടത്തിൽ ഒരു ആപത്ഘട്ടത്തിലാണ്, അത് ആപത്ത് വരുന്ന കാലഘട്ടത്തിൽ ഇതെല്ലാം നഷ്ടപ്പെട്ടു പോകും എന്ന ഘട്ടത്തിലാണ് ആര് അഭയം കൊടുത്തത്? ഈ അമ്മ അഭയം കൊടുത്തതെന്നാണ് പറയുന്നത്. അപ്പൊ ഇന്നിപ്പം പോക്കുവരവുണ്ടെന്ന്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പോക്കുവരവും അവിടെ ആ ചന്ദ്രൻ അടുത്ത അമ്മക്കും ഇത് പ്രയാസമായിരുന്നാണ്. അതായത് ഈ അമ്മയുടെ രൗദ്രത ആ അമ്മ ഉണ്ടായിരുന്നു. സംശയം ചെയ്ത ചന്ദ്രന്റെ മൂന്നിന്റെ ഗുളിക എന്ന് പറയുമ്പോ മൂന്നാം ഭാഗത്തെ കൊണ്ട് ചിന്തിക്കുന്നത് നിവേദ്യ സ്ഥാനം തന്നെ, നിവേദ്യം പോലും മുടക്കുന്ന അവസ്ഥയിൽ ചില ബന്ധങ്ങൾ പവിത്രമാണ്. കണ്ണും നിറയും മനസ്സും നിറയും. സ്വന്തം ജോസ്കോ ജ്വല്ലേഴ്സ്. ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ.